ദിലീപിനെ കൊടുക്കാൻ വളരെ ബോധപൂർവമായ ശ്രമം നടന്നു എന്നുള്ളതാണ് സത്യം. ഞാനിപ്പം അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്യാൻ പോവുകയാണ്. ഈ 17-ാം തീയതി മറ്റന്നാൾ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിലുള്ളവരെ, അതായത് ഈ ശ്രീ ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അവർക്ക് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കണം. എൻ്റെ നിയമപരിജ്ഞാനവും ഞാനതിന് ഉപയോഗിക്കും. പോലീസിലെ DGP ആയിരുന്ന ശ്രീലേഖ IPS പോലീസുകാർ നേരിട്ട് പറഞ്ഞു, മാഡം ഞങ്ങൾ ഫോട്ടോഷോപ്പ് ചെയ്തതാണ്. ഇതേപോലെ ഒരുപാട് വ്യാജ തെളിവുകളാണ് ശ്രീ ദിലീപിനെതിരെ. 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ മറ്റേ തെലുങ്ക് സിനിമ മോഡൽ. ഇപ്പോൾ എന്തേ ആ കേസ് ആർക്കും അന്വേഷിക്കണ്ടേ? 4 പോലീസുകാർ. ഇടയ്ക്ക് കാവ്യ മാധവനാണോ മാഡം? നമ്മുടെ പ്രമുഖ ചാനലുകൾ കാവ്യ മാധവനാണോ മാഡം എന്ന് പറഞ്ഞ് ചർച്ച സംഘടിപ്പിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് പാവം കാവ്യ തന്നെ പാവമാണ്, കാവ്യയുടെ അമ്മ, കാവ്യക്കാട്ടി പാവമാണ്, കാവ്യയുടെ അമ്മയാണോ മാഡം എന്ന് പറഞ്ഞ് മുഖ്യധാരാ ചാനലുകൾ 1 മണിക്കൂർ ചർച്ച നടത്തുകയാണ്. വളരെ താഴ്മയോടെ പറഞ്ഞോട്ടെ, നമ്മുടെ മാധ്യമങ്ങളിലെ ചില ഭാഗങ്ങൾ നമ്മുടെ പൊതുജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ്. ശ്രീ ദിലീപിന് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല. നടിയെ ആക്രമിച്ച കേസിൽ ആ പ്രത്യേക മെമ്മറി കാർഡ് 3 തവണ അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഹാഷ് വാല്യൂ മാറി. പക്ഷേ എൻ്റെ മേളിരിപ്പുണ്ട്, എൻ്റെ ഓഫീസിൽ ആ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം ഇരിപ്പുണ്ട്. ഫോറൻസിക്കിലെ ദീപ മാഡം രചിച്ച ആ റിപ്പോർട്ടിൽ ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്ന് എടുത്തെഴുതിയിട്ടുണ്ട്. അതായത് നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 8 വീഡിയോകളിൽ ഒരു വീഡിയോ പോലും ടാമ്പർ ചെയ്യപ്പെട്ടിട്ടില്ല, മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായി ആ റിപ്പോർട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. 2, ഒരു മെമ്മറി കാർഡ്. ഇപ്പം എൻ്റെ പേര് രാഹുൽ എന്നാണ്. രാഹുൽ 1 എന്ന മെമ്മറി കാർഡിൻ്റെ പേര് മാറ്റിയാൽ, രാഹുലിൽ നിന്ന് രാഹുൽ 1 എന്ന് മാറ്റിയാലും അതിൻ്റെ ഹാഷ് വാല്യൂ മാറാം. പക്ഷേ ഒരു ഫയലിൻ്റെയും ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. മഹാഭാരതത്തിൽ രസകരമായൊരു എപ്പിസോഡുണ്ട്. അതിലിങ്ങനെയാണ്, യുധിഷ്ഠിരൻ ദ്രോണരെ തകർക്കാൻ വേണ്ടി അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ദ്രോണാചാര്യർ കേൾക്കുന്നത് അശ്വത്ഥാമാവ് മരിച്ചു എന്നാണ്. അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചു എന്ന് പറയുമ്പോൾ എന്ന ആന പതുക്കെ പറഞ്ഞാൽ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് ദ്രോണര് കേൾക്കുകയും അദ്ദേഹം ആയുധം താഴെ വെക്കുകയും പരാജിതനാകുകയും ചെയ്യുന്നു. അതേപോലെ അർത്ഥസത്യങ്ങൾ വെച്ച് അർത്ഥമായ പകുതി സത്യങ്ങളും പകുതി കള്ളങ്ങളും വെച്ച് ഒരു മാനിപ്പുലേറ്റഡ് നറേറ്റീവാണ് ഈ ദിലീപ് വിരോധികൾ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത്. എൻ്റെ ഉദ്ദേശം കൂടെ പറയാം, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും അപ്രൈറ്റായ ജഡ്ജിമാരിലൊന്നാണ് ജഡ്ജി ഹണി വർഗീസ്. ജഡ്ജി ഹണി വർഗീസിനെ പോലുള്ളവർ നമ്മുടെ ജുഡീഷ്യറിയുടെ അഭിമാനമാണ്. ജഡ്ജി ഹണി വർഗീസിനെ സമ്മർദ്ദത്തിലാക്കാനും കരിവാരി തേക്കാനും മോശവൽക്കരിക്കാനും അവരെന്തോ വലിയ തെറ്റ് ചെയ്തു, പ്രൈവസിയുടെ ബ്രീച്ച് ഉണ്ടാക്കി എന്നൊക്കെ പറയാൻ മുൻകൂട്ടി ഇടുന്നൊരു നമ്പർ മാത്രമാണ്. അപ്പോൾ ആ ജഡ്ജിയെ എങ്ങനെങ്കിലും കേസിൽ നിന്ന് മാറ്റണം. കാര്യം ഒരു വനിതാ ജഡ്ജി ഇരുന്നാൽ ഇവരുടെ ഒരു ഇമോഷണൽ ബ്ലാക്ക്മെയിലും നടക്കില്ല. ഒരു പുരുഷ ജഡ്ജിയാണ് ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ സ്ത്രീപക്ഷക്കാരനല്ല, നിങ്ങൾക്ക് സ്ത്രീ വിരോധിയാണ്, നിങ്ങൾ സവർണ ഫാസിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ കാര്യമായിട്ട് ഈ മീഡിയയ്ക്കും അഭിഭാഷകർക്കും സമ്മർദ്ദം ചെലുത്താം. ജഡ്ജി ഹണി വർഗീസ് ആയതുകൊണ്ട് അവർ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് വരുന്നതും കമ്മ്യൂണിസ്റ്റുകാരിയായ ഇടതുപക്ഷക്കാരിയായ ഒരു വ്യക്തിയുമാണ്. ഞാൻ കണ്ടെത്തിയൊന്നുമല്ല, അങ്ങനെ ഒരു കേസ് തന്നെ ഉണ്ടായിരുന്നു, ഒരു സുപ്രീം കോടതി പോവുകയും ചെയ്തു. അപ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ അവരെ ഒരു കാരണവശാലും മാറ്റാൻ പറ്റുന്നില്ല. അങ്ങനെ അവർക്കെതിരെ ആരോപണം ഉന്നയിച്ച് അവരുടെ ഹസ്ബൻഡിനെ ഈ കേസിലേക്ക് വലിച്ചഴിച്ച് അവരുടെ അച്ഛനെ ഈ കേസിലേക്ക് വലിച്ചഴിച്ച് പരമാവധി അവരെ അപകീർത്തിപ്പെടുത്തുക എന്നൊരു തന്ത്രമാണ് ദിലീപ് വിരോധികൾ യൂസ് ചെയ്യുന്നത്. ആ ജഡ്ജി തന്നെ, ഒരു അമ്മയായ ജഡ്ജി മനംനൊന്ന് പറയുകയുണ്ടായി, എൻ്റെ 12 വയസ്സുള്ള മോളെ ഒഴിച്ച് എല്ലാവരെയും നിങ്ങൾ ഈ കേസിലേക്ക് വലിച്ചഴിച്ചു എന്ന്. ഇനിയും 12 വയസ്സുള്ള മോളെ കൂടി മാത്രമേ വലിച്ചഴിക്കാനുള്ളൂ. അപ്പോൾ ദിലീപ് വിരോധികൾ കേസ് തോക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവസാനം നടത്തുന്ന പൊറാട്ട് നാടകങ്ങളാണ്. ഇതിനൊന്നും ഒരർത്ഥവുമില്ല. ആദ്യം ഞാൻ മാത്രമായിരുന്നു ദിലീപ് വിരോധി. വരുന്ന കാലത്ത് കോടതികൾ, മാധ്യമങ്ങൾ, പോലീസുകാർ എല്ലാവരും ദിലീപ് അനുകൂലികൾ, ഞാൻ മാത്രമായിരുന്നു ദിലീപ് അനുകൂലി. വരുന്ന കാലത്ത് പോലീസ്, കോടതി, മാധ്യമങ്ങൾ എല്ലാവരും ദിലീപ് അനുകൂലികളായി മാറുന്നത് കാണാം. കാരണം ശ്രീ ദിലീപിൻ്റെ ഭാഗത്താണ് സത്യം. ഇത് ശ്രീ ദിലീപിനെതിരെ കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസാണ്. പെട്ടെന്ന് 2-3 കാര്യങ്ങളോടെ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി പറയാം. 4 പോലീസുകാരെ കൊല്ലാനൊരു കേസുണ്ടായിരുന്നല്ലോ, ഓർമ്മയില്ലേ? അങ്ങനെയൊക്കെ ഒരുപക്ഷെ ഓർമ്മ കാണും അല്ലേ? 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ മറ്റേ തെലുങ്ക് സിനിമ മോഡൽ. ഇപ്പോൾ എന്തേ ആ കേസ് ആർക്കും അന്വേഷിക്കണ്ടേ? 4 പോലീസുകാർ. ഇടയ്ക്ക് കാവ്യ മാധവനാണോ മാഡം? നമ്മുടെ പ്രമുഖ ചാനലുകൾ കാവ്യ മാധവനാണോ മാഡം എന്ന് പറഞ്ഞ് ചർച്ച സംഘടിപ്പിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് പാവം കാവ്യ തന്നെ പാവമാണ്, കാവ്യയുടെ അമ്മ, കാവ്യക്കാട്ടി പാവമാണ്, കാവ്യയുടെ അമ്മയാണോ മാഡം എന്ന് പറഞ്ഞ് മുഖ്യധാരാ ചാനലുകൾ 1 മണിക്കൂർ ചർച്ച നടത്തുകയാണ്. ഈ മാഡമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞ് എത്ര കാലം ഈ കള്ളം പറയും? ഇടയ്ക്ക് വേങ്ങരയിലെ ഒരു നേതാവിന് 50 ലക്ഷം രൂപ കൊടുത്തു, ഇനി അത് വെളിയിൽ വരുമെന്ന് പറഞ്ഞു. ബാലേന്ദ്രകുമാർ ഗ്രൂപ്പിലിട്ട് തട്ടണം, ഭയങ്കര ക്ലിഞ്ചിങ് എവിഡൻസ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് 8 സെക്കൻഡ് മാത്രമുള്ള ഗ്രൂപ്പിൽ
ഗ്രൂപ്പിലിട്ട് തട്ടണം എന്ന് പറയുന്ന ഒരു സാധനങ്ങൾ. എന്താ ഗ്രൂപ്പിലിട്ട് തന്നെ ചുമ്മാ തെള്ളുകയാണ്. ഇത് വെറും തെള്ളാണ് ഈ കേസ്. അത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോൾ ആൾക്കാർക്കൊരു ഡബിൾ മൈൻഡാണ്. ആദ്യം ശ്രീ ദിലീപിനെതിരെയായിരുന്നു വികാരമെങ്കിൽ ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ദിലീപിന് അനുകൂലമാണ്. എന്നാൽ ഇപ്പോഴും ആൾക്കാർക്ക് സംശയമുണ്ട്. ഇനിയും വിധി വരുമ്പോൾ പൂർണ്ണമായും ദിലീപ് നിരപരാധിയാണ് എന്ന് തിരിച്ചറിയും. അതേപോലെ ദിലീപിന് ദാവൂദ് ഇബ്രാഹിമുമായിട്ട് ബന്ധമുണ്ട്. ഒരുപക്ഷെ ഓർമ്മ കാണും, NIA ഇത് അന്വേഷിക്കും. ഗോൾച്ചൻ എന്ന് പറയുന്ന അവിടുത്തെ ഫിലിം ഡിസ്ട്രിബ്യൂട്ടറും ദിലീപും തമ്മിൽ ഭയങ്കര ബന്ധമാണെന്ന് പറഞ്ഞു. അതിൻ്റെ 2-3 ആഴ്ചയ്ക്ക് ശേഷം ശ്രീമതി മഞ്ജു വാര്യർ ഗോൾച്ചനെ കാണുന്ന ഒരു രംഗവും നമുക്കുണ്ടായി. ഗോൾച്ചൻ അവിടുത്തെ ഒരു ഫിലിം പ്രൊഡ്യൂസർ മാത്രമാണ്. മിഡിൽ ഈസ്റ്റിലിരിക്കുന്നതുകൊണ്ട് ദാവൂദ് ഇബ്രാഹിമാണ് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ ചുമ്മാ കഥയുണ്ടാക്കാനുള്ള, കള്ളക്കഥ പറയാനുള്ള, കള്ളക്കേസ് കൊടുക്കാനുള്ള ചിലരുടെ ഉദ്യമങ്ങളാണ്. പിന്നെ ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരള പോലീസ് ഇന്ത്യയുടെ അഭിമാനമാണ്. ഒരുപാട് പ്രമാദമായ കേസുകൾ തെളിയിച്ച ഒരുപാട് വലിയ ഓഫീസേഴ്സിനെ നമ്മുടെ നാടിന് സംഭാവന ചെയ്ത സംവിധാനമാണ്. പക്ഷേ കേരള പോലീസിലുള്ള ഈ പുഴുക്കുത്തുകൾ, അല്ലെങ്കിൽ കേരള പോലീസിൽ വളരെ കുറച്ച് മാത്രമുള്ള ഈ ദിലീപ് വിരോധികൾ അടക്കമുള്ള ഈ പുഴുക്കുത്തുകളാണ് കേരള പോലീസിൻ്റെ അഭിമാനമടക്കം പണയം വെക്കുന്നത്. ഇത് വരുമ്പോൾ കേരള പോലീസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസിൻ്റെ ഏറ്റവും മോശം ദിവസങ്ങളിലൊന്നാവും, അല്ലെങ്കിൽ ഈ അന്വേഷണ ടീമിൻ്റെ ഏറ്റവും മോശം ദിവസങ്ങളിലൊന്നാകും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാനിപ്പം അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്യാൻ പോവുകയാണ്. ഈ 17-ാം തീയതി മറ്റന്നാൾ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിലുള്ളവരെ, അതായത് ഈ ശ്രീ ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അവർക്ക് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കണം. എൻ്റെ നിയമപരിജ്ഞാനവും ഞാനതിന് ഉപയോഗിക്കും. കാരണം നിങ്ങളെല്ലാവരും ഓർക്കണം, എനിക്ക് 2 ആൺമക്കളാണ്. നിങ്ങൾക്കെല്ലാം അച്ഛനും സഹോദരനും മകനും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. പണ്ട് ചോദിച്ചിരുന്നത് നിനക്കൊന്നും അമ്മയും പെങ്ങളും ഇല്ലേ എന്നാണ്. ഇന്ന് ചോദിക്കേണ്ടി വരുന്നത് നിനക്കൊന്നും അച്ഛനും ആങ്ങളമാരുമില്ലേ എന്നാണ്. കാരണം 86 ദിവസമാണ് ശ്രീ ദിലീപ് ജയിലിൽ കിടന്നത്, ഒരു കുറ്റവും ചെയ്യാതെ. എത്ര വർഷങ്ങളായി അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി കോടതിയിൽ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു. ചില സ്ഥാപിത താല്പര്യക്കാരുടെ പ്രതികാര വാഞ്ചയും ദിലീപ് വിരോധികൾക്ക് കയ്യടി നേടാനും പബ്ലിസിറ്റി നേടാനും മീഡിയയെ പേര് വരാനും, അല്ലെങ്കിൽ അവരാണ് പല കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ വരുത്താനും ഉള്ളതാണ്. നമ്മുടെ നിയമ സംവിധാനം ഇത്രയും ദുരുപയോഗം ചെയ്ത മറ്റൊരു കേസ് കാണിൽ. നമ്പിനാരായണനെ വേട്ടയാടിയതുപോലെ, മഹാശാസ്ത്രജ്ഞനായിരുന്ന ശ്രീ നമ്പിനാരായണനെ വേട്ടയാടിയതുപോലെ, വിശ്വപൗരനായ ശ്രീ ശശി തരൂരിനെ ഡൽഹി പോലീസ് വേട്ടയാടിയതുപോലെ, കേരളത്തിൻ്റെ അഭിമാനമായ സൂപ്പർ സ്റ്റാറുകൾ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ശ്രീ ദിലീപിനെ വേട്ടയാടുന്ന ഈ മനോഭാവം ചില ആൾക്കാർക്കുണ്ട്. അവരാരൊക്കെയാണെന്ന് തെളിവ് സഹിതം പുറത്തു വരും. അവർക്ക് ശിക്ഷയും കിട്ടും. അല്ലെങ്കിൽ ശിക്ഷ കിട്ടുമ്പോഴാണ് നമ്മുടെ നീതിന്യായ സംവിധാനം പൂർത്തിയാകും. അതിജീവിതയ്ക്ക് നീതി കിട്ടണം. അതോടൊപ്പം ശ്രീ ദിലീപിന് അനീതി ഉണ്ടാകുകയും ചെയ്യരുത്. അതിജീവിത നമുക്കെല്ലാം ബഹുമാനമുള്ള കേരളത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന് സൗത്ത് ഇന്ത്യ മുഴുവൻ പ്രസിദ്ധി നേടിയ ഒരു ഗംഭീര അഭിനേത്രിയാണ്. അവരുടെ അവസാന സിനിമയും ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പോയി കണ്ടിരുന്നു. അതിൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയാണെന്ന് ഞാൻ ആദ്യം അറിഞ്ഞില്ല. അദ്ദേഹത്തിനെ പോയി കണ്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റേതാണെന്ന് അറിഞ്ഞു. ഈ നമ്മുടെ അതിജീവിതയാണെന്ന് അറിഞ്ഞു. ഞാൻ പോയി കണ്ടു. ഗംഭീരമായി അഭിനയിച്ചിരിക്കും. കൂടുതൽ സിനിമകളിലേക്ക് അതിജീവിത തിരിച്ചു വരണം. വീണ്ടും ഉജ്ജ്വലമായ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലും കന്നഡയിലും ഒക്കെ നിറഞ്ഞു നിൽക്കണം. എന്നാൽ അതോടൊപ്പം ശ്രീ ദിലീപിനെതിരെയുള്ള കള്ളക്കേസ് പൊളിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നമ്മുടെ ഓരോ മലയാളികൾക്കുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും വേണം. നടിയെ ആക്രമിച്ച കേസ് നീട്ടിക്കൊണ്ടു പോകുന്നത് തങ്ങൾക്ക് അനുകൂലമായ വിധി വരില്ല എന്ന് ശങ്കിക്കുന്നവരാണ്. തങ്ങൾക്ക് അനുകൂലമായ വിധി വരില്ല എന്ന് പേടിക്കുന്നവരാണ് ജഡ്ജിയെ ആക്രമിക്കുന്നത്, നിയമ സംവിധാനങ്ങളെ ആക്രമിക്കുന്നത്. ഇത് മുഴുവൻ മോശമാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോടതികൾക്കൊന്നും വിശ്വാസ്യതയില്ല എന്ന് പറയുന്നത്. നിങ്ങൾ എന്താ കാര്യമൊന്നും കൂടെ അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പം കേൾക്കുന്ന എൻ്റെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന വ്യക്തികളും നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്, നാളെ ശ്രീ ദിലീപ് ഇതിൽ 100% നിരപരാധിയാണെന്നും ദിലീപിനെ കുടുക്കിയതാണെന്നൊരു കോടതി വിധി വരികയാണെങ്കിൽ ഈ പറയുന്ന സോ കോൾഡ് പോലീസുകാർക്കെതിരെ വലിയൊരു ജനരോഷം ഉണ്ടാകും. ഈ നാട്ടിൽ ദിലീപിന് അനുകൂലമായി വലിയൊരു വികാരം ഉണ്ടാകും. ഇത് മുന്നേ കണ്ട് ദിലീപിനെതിരെ കടുകുമണി പോലും തെളിവുപോലുമില്ല. അതുകൊണ്ട് ദിലീപിന് അനുകൂലമായി വരുന്നൊരു തരംഗം മുന്നിൽ കണ്ട്, ദിലീപ് വിരോധികൾക്കെതിരെയുള്ള തരംഗം മുന്നിൽ കണ്ട്, ഓൾറെഡി കോടതികളൊക്കെ മോശമാണ്, കാശ് കൊടുത്ത് ജയിക്കാം എന്നൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാര്യം ഇവർ തോക്കുമെന്ന് ഇവർക്കറിയാം. ഇവരുടെ കയ്യിൽ അയോട്ട് ഓഫ് എവിഡൻസ്, കടുക് മണിയോളം പോലും തെളിവില്ല. അപ്പോൾ ബ്ലഫ് ചെയ്ത്, മലയാളത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ തള്ളി എന്തൊക്കെയോ വലിയ സംഭവങ്ങളുണ്ട്, ഡിജിറ്റൽ തെളിവുകളുണ്ട്. എന്തുകൊണ്ട് ദിലീപിൻ്റെ അഡ്വക്കേറ്റ്സ് ബോംബെയിൽ പോയി എന്നൊക്കെ ഈ പഴയ സിനിമയിൽ ചോദിക്കുന്നത് പോലെ തള്ളി അന്താരാഷ്ട്ര തള്ളി വലിയ ഇഷ്യൂസൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഇതെല്ലാം കള്ളമാണ്. അപ്പോൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ കാവ്യ മാധവനാണ് മാഡം, കാവ്യ മാധവൻ്റെ അമ്മയാണ് മാഡം, കാവ്യയാണ് ഇത് ഈ ബ്ലാക്ക് മെയിലിംഗ് ഉത്തരവ് ഇട്ടത്. എന്താ പറയുന്നത്, ദിലീപിന് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ട്. 50 ലക്ഷം രൂപ വേങ്ങരയിലെ ഒരു നേതാവിന്
ഭർത്താവിന് കൊടുത്തു. എന്തൊക്കെ കള്ളങ്ങളാണ് പൊളിഞ്ഞു വീണത്. 4 പോലീസുകാരെ കൊന്ന കേസ് പോലീസുകാർക്ക് പോലും അന്വേഷിക്കാൻ താല്പര്യം, കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസ് ആർക്കും ഇപ്പം അന്വേഷിക്കണ്ടല്ലേ. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അതൊക്കെ കള്ളക്കേസായിരുന്നു. അതൊക്കെ ചുമ്മാ തെളിവിന് വേണ്ടി ഈ കേസിലെങ്കിലും ഇൻ്റർവ്യൂൻ ചെയ്ത് ദിലീപിൻ്റെ മൊബൈൽ അടക്കം കിട്ടാനുള്ള ഒരു തന്ത്രമായിരുന്നു. ഇനി ഞാൻ പോലീസുകാരെ കുറ്റം പറയുന്നില്ല, ഇതിനെ ക്യാമോഫ്ലാഷ് കേസ് എന്നാണ് പറയുക. അല്ലെങ്കിൽ ഒരു കേസിനെ ക്യാമോഫ്ലാഷ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു കേസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി പോലീസുകാർ ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഒക്കെ പോലീസുകാർക്ക് ഒരു സ്ട്രാറ്റജി ആയിട്ട് അത് ചെയ്യേണ്ടി വരും. കുറ്റമൊന്നും പറയുന്നില്ല, പക്ഷേ ഇതെല്ലാം കള്ളമായിരുന്നു. ഒരു നല്ല റീസണിന് വേണ്ടി അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാമോഫ്ലാഷ് കേസ് നമ്മൾ ഉപയോഗിക്കുന്നതിൽ ഡിബേറ്റബിൾ ആണ്, പക്ഷേ മനസ്സിലാക്കാം. പക്ഷേ ഇത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ഇല്ലാത്ത കള്ളങ്ങളെല്ലാം പറഞ്ഞ് ശ്രീ ദിലീപിനെ കൊടുക്കാൻ നോക്കി. ഈ കള്ളക്കേസ് തകർന്നു വീഴും. ആ കള്ളക്കേസിൽ നിന്ന് ശ്രീ ദിലീപ് ഉദയസൂര്യനെ പോലെ ശക്തമായി തിരിച്ചു വരും. ശ്രീ ദിലീപ് എന്ന് പറയുന്ന എവരി മാൻസ് ഹീറോ, എന്താ ഹീറോ നെക്സ്റ്റ് ഡോർ എന്നൊക്കെ പറയുന്ന, നെയ്ബേഴ്സ് അല്ലെങ്കിൽ അടുത്ത ഡോറിലെ ഹീറോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ ദിലീപ് ജനപ്രിയ നായകനായി മലയാള സിനിമയിലേക്കും മലയാള നാട്ടിലേക്കും മലയാണ്മയിലേക്കും വീണ്ടും ഉദിച്ചുയരും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ദിലീപിനെ വേട്ടയാടിയതിന് ഇവിടുത്തെ ചില മാധ്യമങ്ങളും ഈ പറ്റം പോലീസുകാരും, എല്ലാ പോലീസുകാരും അല്ല, പോലീസുകാർ ബഹുഭൂരിപക്ഷം നല്ലവരാണ്, ഈ പറ്റം പുഴുക്കുത്തുകളായ ഈ ഒരു ഭാഗം പോലീസുകാരും മാധ്യമങ്ങളും മാപ്പ് പറയേണ്ട അവസ്ഥയും ഉണ്ടാവുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കാണാം. നമുക്ക് 2-3 മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. കാര്യം ലഭ്യമായ തെളിവുകൾ, പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായ തെളിവുകളും ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരോടും ഞാൻ കാര്യമായ കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. എനിക്ക് 100% ഉറപ്പാണ് ശ്രീ ദിലീപ് നിരപരാധിയാണ് എന്ന്. ദിലീപിനെ കൊടുക്കാൻ വളരെ ബോധപൂർവമായ ശ്രമം നടന്നു എന്നുള്ളതാണ് സത്യം. ദിലീപ് വിരോധികൾ വളരെ കാര്യമായി ഗൂഢാലോചന നടത്തി ദിലീപിനെ ഈ കേസിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അതിനുവേണ്ടി ദിലീപിനെതിരെ വ്യാജ തെളിവുകൾ വരെ നിർമ്മിച്ചു എന്ന് പറഞ്ഞത് രാഹുൽ ഈശ്വർ എന്ന സാധാരണക്കാരനല്ല, പകരം DGP ആയിരുന്ന ശ്രീലേഖ IPS ആണ്. പോലീസിൻ്റെ തലപ്പത്തിരുന്ന DGP ആയ ഒരു വ്യക്തി അങ്ങനെ പറയുന്നെങ്കിൽ എത്രമാത്രം ഗൗരവം അതിനുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഗൗരവത്തിൻ്റെ കാര്യം നിങ്ങൾക്കൊരു പക്ഷേ ഈ ദൂരെ നിന്നുള്ള ചിത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ ചിത്രം കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് പോലീസുകാർ ദൂരെ ഞാൻ പിന്നീട് വേണമെങ്കിൽ അയച്ചു തരാം. ഇത് പോലീസുകാർ ദിലീപിൻ്റെ ചിത്രം ഫോട്ടോഷോപ്പിലിട്ട് അയച്ചതാണ്. ഫോട്ടോഷോപ്പിലിട്ട് ദിലീപിൻ്റെ ചിത്രം അയച്ചു. അതായത് ദിലീപിൻ്റെ കൂടെ സെൽഫി എടുത്ത ആളുടെ പുറകിൽ ഏതോ 2 പേര് നിൽക്കുന്നു, വേറൊരു ഫോട്ടോയിൽ പൾസർ സുനി നിൽക്കുന്നു. എന്നിട്ട് ഇത് പൾസർ സുനി അതാണെന്ന് പറഞ്ഞ് ദേശാഭിമാനി മുതൽ മനോരമ വരെ എല്ലാ പത്രങ്ങളിലും പോലീസുകാർ ഇത് പ്രചരിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഒരു മീഡിയ ട്രയലിൻ്റെ ഭാഗമായി നടന്ന കേസാണ്. കള്ളമാണ് പറയും. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ, എനിക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുമോ എന്നറിയില്ല, ഒരു പക്ഷേ ഞാൻ ഇദ്ദേഹത്തിൻ്റെ വാട്സപ്പിലേക്ക് ആ ചിത്രങ്ങൾ അയച്ചു കൊടുക്കാം. നോക്കിയാൽ നല്ല ഫോട്ടോഷോപ്പ് പോലും അല്ല ചെയ്തിരിക്കുന്നത്. എനിക്ക് കേരള പോലീസിനെ ഏറ്റവും ബഹുമാനമാണ്. കേരള പോലീസിലെ ഈ 1% പുഴുക്കുത്തുകൾ ഒഴിച്ച് 99% നമ്മുടെ അഭിമാനമാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ്. കാരണം ഞങ്ങൾ ശബരിമല കേസിലൊക്കെ കണ്ടതാണ് എത്ര മാന്യതയോടാണ് പെരുമാറുന്നത്. ഞങ്ങൾക്കൊക്കെ ഭക്തിഗാനങ്ങളും ഭജനകളും വരെ നമ്മുടെ പോലീസുകാർ വെച്ചു. ഏറ്റവും മാന്യന്മാരാണ് അവർ. ആവശ്യമില്ലാത്തൊരു കാര്യത്തിനും അവർ ഒരു നെഗറ്റീവ് സ്റ്റെപ്പും എടുക്കില്ല. പക്ഷേ ഈ പുഴുക്കുത്തുകളുള്ള പോലീസ് ഓഫീസേഴ്സ് ഇത്രയും നിലവാരവും വിലയും കുറഞ്ഞൊരു ഫോട്ടോഷോപ്പ് പോലും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഫോട്ടോ ശ്രീ ദിലീപിൻ്റെ ഷോൾഡർ വെച്ച് പൾസർ സുനിയുടെ ആ ഫോട്ടോയുടെ അവിടെ ചേർത്ത് പിടിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് ദിലീപിൻ്റെ ചിത്രത്തിൻ്റെ പുറകിൽ പൾസർ സുനി ഉണ്ടെന്ന് പറയും. ഇതെന്തിനാണെന്നും കൂടെ നിങ്ങൾ അറിയണം. അതായത് കോടതിയിൽ ജഡ്ജിയുടെ മുമ്പിൽ എത്തുമ്പോൾ ജഡ്ജി സാർ അല്ലെങ്കിൽ യുവർ ഓണർ, ഞങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ ചില തെളിവുകൾ കിട്ടി, ശ്രീ ദിലീപിനെയും പൾസർ സുനിയെയും ബന്ധിപ്പിക്കുന്ന തെളിവുകൾ കിട്ടി, ഞങ്ങൾക്ക് ഇത് അന്വേഷിക്കാൻ കൂടുതൽ സമയം വേണം, 2 ആഴ്ചയോ 4 ആഴ്ചയോ ഞങ്ങൾക്ക് ഇതിൻ്റെ ദിലീപിന് ബെയിൽ കൊടുക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള തട്ടുപൊളിപ്പൻ പൊറാട്ട് നാടകങ്ങളാണ് ഇതൊക്കെ. ഇത് ചില പോലീസുകാർ ചിലപ്പം ചെയ്യാറുണ്ട്. പക്ഷേ ശ്രീ ദിലീപിനെതിരെ ഇത് ചെയ്തത് ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇത്തരം അൺഎത്തിക്കൽ പ്രാക്ടീസസ് ഒരു കാരണവശാലും പാടില്ല. പോലീസ് സംവിധാനവും ശമ്പളവും എല്ലാം ഗവൺമെൻറ് കൊടുക്കുന്നത് സത്യത്തിൻ്റെ മാർഗത്തിൽ സത്യം തെളിയിക്കാനാണ്, കള്ളത്തിൻ്റെ മാർഗത്തിൽ സത്യം തെളിയിക്കാനല്ല. ഇത് കള്ളത്തിൻ്റെ മാർഗത്തിൽ കള്ളം സ്ഥാപിക്കാൻ വേണ്ടിയാണ് പോലീസുകാർ ചെയ്തത്. ഇത് പറഞ്ഞത് രാഹുൽ ഈശ്വറുമല്ല, പോലീസിലെ DGP ആയിരുന്ന ശ്രീലേഖ IPSനോട് പോലീസുകാർ നേരിട്ട് പറഞ്ഞു, മാഡം ഞങ്ങൾ ഫോട്ടോഷോപ്പ് ചെയ്തതാണ്. ഇതേപോലെ ഒരുപാട് വ്യാജ തെളിവുകളാണ് ശ്രീ ദിലീപിനെതിരെ. അതടക്കം പുറത്തു വരും. ഈ പോലീസുകാർ, ഈ നിയമലംഘകർ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. യാതൊരു സംശയവും വേണ്ട. ദിലീപ് നമ്മുടെ ലൂസിഫറിൽ ലാലേട്ടൻ ജയിലിൽ നിന്ന് തിരിച്ചു വരുന്നത് പോലെ, സ്റ്റീഫൻ നെടുമ്പള്ളി വിജയശ്രീ ലാളിതനായി തിരിച്ചു വരുന്ന പോലെ ഒരു വ്യാജ ആരോപണം, അത് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട മറ്റൊരു തരത്തിലുള്ള വ്യാജ ആരോപണമാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി വ്യാജ ആരോപണങ്ങളിൽ നിന്ന് മുക്തരായി തിരിച്ചു വരുന്നത് പോലെ ശ്രീ ദിലീപും കേരളത്തിൻ്റെ ഭൂമികയിൽ ശക്തിയുക്തമായി സൂര്യ തേജസ്സോടെ തിരിച്ചു വരുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല.